ഗ്രാമർ ചർച്ചാവേദിയുടെ പുതിയ എപ്പിസോഡിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോപാലകൃഷ്ണൻ തെക്കേപ്പാട്ട്. ദയവായി ഫോളോ ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പിന്നീട് റെഫർ ചെയ്യാൻ എളുപ്പമാകുമല്ലോ. കൂടുതൽ ആളുകളിലേക്ക് ഈ ചർച്ചാവേദി എത്തിക്കാനായി പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും മാർഗനിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റിൽ നൽകുക. ഫോളോ ചെയ്യാൻ മറക്കരുതേ. നമ്മൾ ഇതുവരെ പരിശോധിച്ചത് ഡു, ബി, ഹാവ് എന്ന വെർബുകളും ഈ വെർബുകൾ എങ്ങനെ പരസ്പരം ഹെൽപ്പിംഗ് വെർബായിട്ട് യൂസ് ചെയ്യപ്പെടുന്നു, എങ്ങനെയാണ് ഡു, എങ്ങനെയാണ് ബി, എങ്ങനെയാണ് ഹാവ് എന്നിവ ഓക്സിലറി വെർബുകളായിട്ട് സഹായക്രിയകളായിട്ട് വരുന്നത് എന്നതും ആണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതില് ഡു, ബി ഈ രണ്ട് ഫോമുകളും അല്ലെങ്കിൽ ഡു എന്ന ഓക്സിലറി വെർബുകളും, ഡു എന്ന ഓക്സിലറി വെർബ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡു, ഡസ്, ഡിഡ് എന്നീ ഫോമുകളും, ബിയുടെ ഫോമുകൾ എന്ന് പറയുമ്പോൾ ഈസ്, ആം, ആർ, വാസ്, വേർ എന്നീ ഫോമുകളും വെർബിന്റെ ഫോമുകളും എങ്ങനെയാണ് ഓക്സിലറി വെർബായിട്ട് യൂസ് ചെയ്യുക എന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ പരിശോധിക്കുന്നത് ഹാവ് എന്ന ഓക്സിലറി വെർബാണ്. ഹാവ് എന്ന ഓക്സിലറി വെർബ് എങ്ങനെ മറ്റ് ക്രിയകളെ സഹായത്തിനായിട്ട് എപ്പോഴൊക്കെയാണ് അവയെ ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. ഹാവിന് ഒരൊറ്റ ഫംഗ്ഷനേ ഉള്ളൂ. ഓക്സിലറി വെർബായിട്ട് ഒരൊറ്റ ജോലിയെ അത് ചെയ്യത്തുള്ളൂ. എന്താണ്? വെർബ് പെർഫെക്റ്റ് ഫോമിലാണ്, പെർഫെക്റ്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ മാത്രമാണ് ഹാവ് എന്ന ഓക്സിലറി നമ്മൾ ഉപയോഗിക്കുന്നത്. ഹാവ്, ഹാസ്, ഹാഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഹാവ് എന്നുള്ളത് പ്ലൂറൽ ഫോം, ഹാസ് എന്നുള്ളത് സിംഗുലർ ഫോം, ഹാഡ് അതിന്റെ പാസ്റ്റ് ഫോം. അപ്പോൾ ഒരു വെർബ് ചെയ്യുന്ന ആക്ഷൻ പെർഫെക്റ്റ് ടെൻസിലാണ് എന്ന് സൂചിപ്പിക്കാൻ മാത്രമാണ് ഹാവ് എന്ന വെർബ് ഓക്സിലറി വെർബായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഹാവ് എന്ന് ഉപയോഗിക്കുന്നു, സിംഗുലർ ആണെങ്കിൽ ഹാസ് എന്ന് ഉപയോഗിക്കുന്നു. They have completed the construction. He has completed the construction. Present. He had completed the construction. Past. They had completed the construction. Past. He has, he had ഇത് രണ്ടും സിംഗുലർ ആണ്, അതുകൊണ്ട് ഹാവ്സ്, ഹാഡ് എന്നിവ ഉപയോഗിച്ചു. പ്ലൂറൽ ആണെങ്കിൽ they have constructed, they had constructed. കണ്ടോ, ഇത് രണ്ടും ഹാഡ് എന്നുള്ള ഫോമിൽ വന്നു. പെർഫെക്റ്റ് ടെൻസുകളാണ്. അതായത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്ന് സിറ്റ് എന്ന അർത്ഥത്തിലുള്ളതല്ല. വന്നിരിക്കുന്നു, പോയിരിക്കുന്നു, എഴുതിയിരിക്കുന്നു, കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു, ഇങ്ങനെ ഇരിക്കുന്നു എന്ന വേർബ് ഫോം, ഇരിക്കുന്നു എന്ന ക്രിയയുടെ രൂപം കൂടി അതിനകത്ത് ചേരുമ്പോഴാണ് വന്നിരിക്കുന്നു, പോയിരിക്കുന്നു, എഴുതിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ എഴുതിയിരുന്നു, വന്നിരുന്നു, പോയിരുന്നു, വന്നിരിക്കും, പോയിരിക്കും, എഴുതിയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ആ ഇരിക്കും, ഇരിക്കുന്നു എന്നുള്ള ആ ഒരു അഡീഷണൽ ഭാഗം ചേർക്കുന്ന രീതിയിലാണ് നമ്മൾ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ആ രീതിക്കാണ് നമ്മൾ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് മാത്രമാണ് ഹാസ്, ഹാവ്, ഹാഡ് എന്നിവ ഉപയോഗിക്കുന്നത്. ഇതിലെ എല്ലാ പെർഫെക്റ്റ് ടെൻസുകൾ, പെർഫെക്റ്റ് ടെൻസ് എത്ര ഉണ്ട്? പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങനെയുള്ള പെർഫെക്റ്റ് ഫോമുകളിലെല്ലാം ആണ് ഹാസ്, ഹാവ്, ഹാഡ് എന്നിവ ഉപയോഗിക്കുക. വ്യക്തമായെന്ന് തോന്നുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ മോഡൽ ആക്സിലറി വേർബ്സ്, മോഡൽ, ചിലരതിനെ മൊഡൽ എന്നും പറയാറുണ്ട്. ഏതായാലും ആ മോഡൽ ഓക്സിലറി വേർബ്സ് എന്തൊക്കെയാണെന്നും അവ എങ്ങനെയാണ് ഓരോന്നും ഉപയോഗിക്കുന്നത് എന്നുമാണ് നമ്മൾ അടുത്ത ചർച്ചാവേദിയുടെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ പരിഗണിക്കുന്നത്. നമസ്കാരം.